നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇഫക്റ്റ് എന്നൊരു ലൈബ്രറിയെക്കുറിച്ചാണ്. ടൈപ്പ്സ്ക്രിപ്റ്റ് വെച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നവർക്ക് എന്താ പറയുക, ഒരു പുതിയ സാധ്യത തുറന്നു തരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ഈ വിവരങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് ശരിക്കും കോഡിങ്ങിനെ മാറ്റാൻ കഴിവുള്ള ഒന്നാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇഫക്റ്റ്? എന്താണ് ഇത്ര പെട്ടെന്ന് ഇതിനൊരു ശ്രദ്ധ കിട്ടാൻ കാരണം? തീർച്ചയായും. അതായത് ടൈപ്പ്സ്ക്രിപ്റ്റ് നല്ലൊരു ലാംഗ്വേജ് ആണെങ്കിലും അതിനൊരു കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറയാൻ ഒന്നില്ലായിരുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന ഡേറ്റ ഹാൻഡ്ലിംഗ്, എറർ മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പൊതുവായ ടൂൾ സെറ്റ്, ആ ഒരു കുറവ് നികത്താനാണ് ഇഫക്റ്റ് ശ്രമിക്കുന്നത്. ഇത് ശരിക്കും കോഡിന്റെ ക്വാളിറ്റി കൂട്ടാനും പിന്നെ ഡെവലപ്മെന്റ് കുറച്ചുകൂടി എളുപ്പമാക്കാനും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും ഇത് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, കൂടുതൽ ടൈപ്പ് സേഫ്റ്റി, അതായത് കോഡ് എഴുതുമ്പോൾ തന്നെ തെറ്റുകൾ കുറയ്ക്കാൻ സഹായിക്കും, പ്രത്യേകിച്ച് എറർ കൈകാര്യം ചെയ്യുന്നതിൽ. പിന്നെ കോഡിനെ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പോസ് ചെയ്യാൻ എളുപ്പമാവും അല്ലേ? അതെ അതെ, കമ്പോസിബിലിറ്റി ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ഇതൊക്കെ കാരണം ആപ്പുകൾ കുറച്ചുകൂടെ വേഗത്തിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റുമെന്നും പറയുന്നു. ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, സാധാരണ ആ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കുകൾ, അത് ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്. ഇഫക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് കുറെ കൂടി എന്താ പറയുക, ലളിതമാവുന്നു അല്ലേ? പ്രോമിസൊക്കെ കൈകാര്യം ചെയ്യുന്ന എളുപ്പമാവുന്നു. ശരിയാണ്. കോഡ് വായിക്കാനും എളുപ്പമാവും. എന്താണ് നടക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കുറഞ്ഞ ലൈൻസിൽ കൂടുതൽ കാര്യം പറയാൻ പറ്റും. ഈ ലാളിത്യം അതെങ്ങനെയാണ് ഇഫക്റ്റ് സാധ്യമാക്കുന്നത്? ടൈപ്പ് സ്ക്രിപ്റ്റിന് നഷ്ടപ്പെട്ട സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറയുമ്പോൾ സാധാരണ ഡെവലപ്പർമാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് പരിഹരിച്ചു തരുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം 2022 സ്റ്റേറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് സർവേ നോക്കിയാൽ ഡെവലപ്പർമാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് എന്തൊക്കെയാ? ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി, പിന്നെ ഇമ്മ്യൂട്ടബിൾ ഡേറ്റാ സ്ട്രക്ചറുകൾ, അതായത് മാറ്റാൻ പറ്റാത്ത ഡേറ്റാ സ്ട്രക്ചറുകൾ, പിന്നെ പൈപ്പ് ഓപ്പറേറ്റർ, അങ്ങനത്തെ ഫീച്ചറുകൾ. ഇഫക്റ്റ് ഇതെല്ലാം ഒരുമിച്ചൊരു പാക്കേജിൽ തരുന്നു. ഓഹോ. പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ വേണ്ടി പല പല ലൈബ്രറീസ് ഉപയോഗിക്കേണ്ടി വരും. ഇഫക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ ആവശ്യം വരുന്നില്ല. അപ്പോൾ ശരിക്കും ഒരുപാട് ഫീച്ചറുകൾ ഇതിൽ തന്നെയുണ്ട്, ഈ ബാറ്ററീസ് ഇൻക്ലൂഡഡ് എന്ന് പറയുന്ന പോലെ. ഇത് കേൾക്കാൻ കൊള്ളാം, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഒരു ഡെവലപ്പർക്ക് ഇതിന്റെ ഗുണം എന്താണ്? package.json ഫയൽ ചെറുതാവോ, ഡിപെൻഡൻസികൾ കുറയുമോ? കൃത്യമായിട്ട് അതാണ് കാര്യം. ഡേറ്റ വാലിഡേഷൻ, സീരിയലൈസേഷൻ, പിന്നെ ഈ കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻസ്, HTTP ആപ്സ്, ഇതിനൊക്കെയുള്ളൊരു അടിസ്ഥാന ഫ്രെയിംവർക്ക് വരെ ഇതിലുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഡിപെൻഡൻസികളുടെ എണ്ണം കുറയും. പിന്നെ എറർ ഹാൻഡ്ലിംഗ്, അതാണ് ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന്. നെവർ ട്രൈ ആൻഡ് ക്യാച്ച് എഗെയിൻ എന്നവർ പറയുന്നത് വെറുതെയല്ല. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം എററുകൾ ടൈപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമാവുകയാണ്. അതായത് ഒരു ഫംഗ്ഷൻ എന്ത് തരം ഡേറ്റ തരും എന്ന് പറയുന്ന പോലെ എന്ത് തരം എററുകൾ ഉണ്ടാവാമെന്നും ടൈപ്പ് സിസ്റ്റം വഴി അറിയാൻ പറ്റും. അപ്പോൾ കോഡ് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഇന്ന പ്രശ്നം വരാം, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അപ്രതീക്ഷിതമായ റൺ ടൈം എററുകൾ ഒരുപാട് കുറയും. ഓക്കെ. ഇതിനെ സൂപ്പർ പവറുകൾ എന്നും പറയുന്നുണ്ടല്ലോ, എന്തൊക്കെയാണത്? ഈ കമ്പോസിബിലിറ്റി ലെഗോ കട്ട വെച്ച് കളിക്കുന്ന പോലെ എന്ന് കേട്ടു. അതെങ്ങനെയാ വലിയ പ്രോജക്റ്റുകളിൽ ഉപകാരപ്പെടുക? കമ്പോസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ചെറിയ കൃത്യമായ വേല ചെയ്യുന്ന ഫംഗ്ഷനുകൾ ഉണ്ടാക്കുക, എന്നിട്ടതിനെ ലെഗോ ബ്ലോക്സ് പോലെ എളുപ്പത്തിൽ കൂട്ടിയോജിപ്പിച്ച് വലിയ സിസ്റ്റംസ് ഉണ്ടാക്കാം. ഒരു ഭാഗത്ത് മാറ്റം വരുത്തിയാൽ അത് മറ്റൊന്നിനെ പെട്ടെന്ന് ബാധിക്കില്ല. ഇത് വലിയ ടീമുകളിൽ വർക്ക് ചെയ്യുമ്പോഴും കോഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഭയങ്കര സഹായമാണ്. പിന്നെ ടൈപ്പ് സേഫ്റ്റി, അത് നേരത്തെ പറഞ്ഞല്ലോ. അതെ, കമ്പൈലായാൽ മിക്കവാറും വർക്ക് ചെയ്യും എന്നൊരു വിശ്വാസം കിട്ടും. പിന്നെ മറ്റൊന്ന് ബിൽറ്റ് ഇൻ ട്രേസിംഗ് ആണ്. ട്രേസിംഗോ? അതെന്താണ്? ട്രാക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഇതിൽ തന്നെയുണ്ട്. ഓപ്പൺ ടെലമെട്രി പോലുള്ള സിസ്റ്റംസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് എവിടെയാണ് കുറയുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ മെട്രിക്സ് എടുക്കാനും കോഡ് റീഫാക്ടർ ചെയ്യാനുള്ള എളുപ്പവും ഒക്കെ ഇതിന്റെ ഗുണങ്ങളാണ്. വലിയ ആപ്ലിക്കേഷനുകളിലെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ ഇതൊക്കെ ശരിക്കും സഹായിക്കും. ഇതിന്റെ യൂസേഴ്സിന്റെ അഭിപ്രായങ്ങളും നല്ലതാണല്ലോ. ടൊബായസ് ലിസ് ഒക്കെ പറയുന്നത് ഇത് ടൈപ്പ് സ്ക്രിപ്റ്റിലെ ഗോട്ടാണെന്നാണ്. ഗ്രീറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഡെവിൻ ജെയിംസൺ ആണെങ്കിൽ പറയുന്നത് എന്റെ കോഡ് ഇത്ര ആകർഷകമായി തോന്നിയിട്ടില്ല എന്നാണ്. മികച്ച ഡെവലപ്പറാകാൻ സഹായിക്കുമെന്നും ചിലർ പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ കാണില്ലേ?
പ്രശ്നങ്ങൾ എന്നതിനേക്കാൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊരു പുതിയ രീതിയാണ്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ ആശയങ്ങൾ ഇതിലുണ്ട്, പുറമേ അത്ര പ്രകടമല്ലെങ്കിലും. അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം. തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നാം. നമ്മൾ സാധാരണ എഴുതുന്ന ഇംപെരറ്റീവ് സ്റ്റൈലിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. APIകൾ കുറേ ഉണ്ടെന്ന് തോന്നാം, പക്ഷെ ശരിക്കും അതിന്റെ കോറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഈ പഠിക്കാനുള്ള സമയം അതൊരു തടസ്സമായി കാണണോ, അതോ ഇതിന്റെ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ? അതിനെ ഒരു തടസ്സമായിട്ട് കാണണ്ട. കാരണം ഈ ഒരു ലേണിംഗ് കർവിന് പകരമായിട്ട് കിട്ടുന്നത് കൂടുതൽ സുരക്ഷിതത്വവും ചിട്ടയുള്ള കോഡുമാണ്. അതൊരു ട്രേഡ് ഓഫ് ആയിട്ട് കണക്കാക്കാം. പിന്നെ ഇത് മുഴുവൻ പ്രോജക്റ്റിലും ഒറ്റയടിക്ക് ഉപയോഗിക്കണം എന്നില്ലല്ലോ. ഇൻക്രിമെന്റൽ അഡോപ്ഷൻ എന്ന് പറയും. അതായത് നിങ്ങളുടെ നിലവിലുള്ള കോഡിലെ പുതിയ ഫീച്ചറുകൾക്ക് മാത്രമായോ അല്ലെങ്കിൽ ചെറിയ മൊഡ്യൂളുകളിലോ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. പതിയെ പതിയെ കൊണ്ടുവരാം. ഓക്കേ. ഫങ്ഷണൽ പ്രോഗ്രാമിംഗിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബണ്ടിൽ സൈസിന്റെ കാര്യം, അതും അത്യാവശ്യം മാനേജ്ഡ് ആണ്. ഇതിന്റെ കോർ ഭാഗം അത്ര വലുതല്ല, ഏകദേശം 15K ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എഫക്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ച് ആപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ കൂടുതൽ സേഫാക്കാനും ഓർഗനൈസ്ഡ് ആക്കാനും മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ളതാക്കാനും സഹായിക്കുന്ന ഒരു ടൂൾ കിറ്റാണ്. ഒരുപാട് ഡിപ്പെൻഡൻസികൾ ഒഴിവാക്കാനും എറർ ഹാൻഡ്ലിംഗ് നന്നായി ചെയ്യാനും ഇത് സഹായിക്കുന്നു. അതെ, വളരെ ശരിയാണ്. ഒരു കാര്യം കൂടി നമ്മൾക്ക് ആലോചിക്കാം. ഈ സാങ്കേതികമായ മെച്ചങ്ങളെക്കുറിച്ചും ഡെവലപ്പർ എക്സ്പീരിയൻസിനെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എഫക്റ്റ് പോലൊരു ടൂള്, അതിൻ്റേതായൊരു ഫിലോസഫി, ഒരു ചിട്ടയൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഫങ്ഷണൽ തത്വങ്ങളൊക്കെ അത് കോഡിനെ മാത്രം സ്വാധീനിക്കുമോ? അതോ ഒരു ഡെവലപ്മെന്റ് ടീം സോഫ്റ്റ്വെയറിന്റെ ഡിസൈനിനെക്കുറിച്ചും ആർക്കിടെക്ചറിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന രീതിയെ തന്നെ ദീർഘകാലത്തിൽ മാറ്റിയേക്കുമോ? അതൊരു നല്ല പോയിന്റാണ്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നൽകിയിട്ടുള്ള ഡോക്യുമെന്റേഷനും ഡിസ്കോർഡ് കമ്മ്യൂണിറ്റിയും ഒക്കെ നോക്കാവുന്നതാണ്.